ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ മഹാനവമി ആശംസകൾ. നാളെ വിജയദശമിയാണ്. നാളെ എല്ലാ കുഞ്ഞുങ്ങളും ആദ്യക്ഷരം കുറിക്കുന്ന ദിവസമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടുപോയിരുന്നു. നമ്മളെ കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ ഒരു പ്രൊഫസർ കൊണ്ട് ആദ്യക്ഷരം കുറിപ്പിച്ചു. ഇപ്പോൾ ആ കുട്ടി വളർന്നു ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരുവനന്തപുരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിജയദശമി ആശംസകൾ അഡ്വാൻസായിട്ട് പറയുകയാണ്. നാളെയാണ് വിജയദശമി. അപ്പോൾ അത് സന്തോഷമുള്ള വാർത്തയാണ്. തിന്മയുടെ മേൽ നന്മ വിജയിച്ച ഒരു ആഘോഷ ദിവസം കൂടിയാണത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് വിജയദശമിക്ക്. ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് അറിയില്ല. കൊച്ചു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതുപോകട്ടെ. അതിൻ്റെ കൂടെ ദുഃഖപൂർണമായ ഒരു മെസ്സേജ് കൂടി രാവിലെ എനിക്ക് കിട്ടി. എൻ്റെ ഒരു കൊളീഗ് വെറും 30 വയസ്സ് മാത്രമുണ്ട്, ആത്മഹത്യ ചെയ്തു. കാരണമൊന്നും അറിയത്തില്ല. ഇതുപോലെ എൻ്റെ കൊളീഗ്സിൽ പലരും 30 വയസ്സ് 32 വയസ്സൊക്കെ ഉള്ളവർ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു ചേർന്നു. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല പ്രൊഫഷനാണ്. ബട്ട് പലരും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സൂയിസൈഡ് ചെയ്തു കൊണ്ടേയിരിക്കുന്നു. വളരെ ദുഃഖകരമായ അവസ്ഥ. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ സംഘർഷം, മാനസിക സംഘർഷം സാമ്പത്തികമായിട്ടോ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടോ സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് ഉന്നതരായ വ്യക്തികളും അല്ലാത്ത സാധാരണ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരും സാധാരണക്കാരും എല്ലാവരും ഉണ്ട്. അത് കൂടി വരുന്നു. ഒന്നുകിൽ രോഗാവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികമായ പരാജയം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ. എനിവേ, നമുക്കതൊന്നും തരണം ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവർക്ക് പോലും സാധിക്കാതെ പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വ്യക്തിഹത്യ എന്നെ ഒരുപാട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് പോലും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇങ്ങനെ നിങ്ങളെയൊക്കെ എടുത്തിരുന്ന് സംസാരിക്കാനും വീഡിയോ ചെയ്യാനും ഈ പ്രപഞ്ചശക്തികൾ എന്നെ അനുവദിച്ചു എന്നുള്ളതാണ്, രക്ഷിച്ചു എന്നുള്ളതാണ്. ലോകത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരാരുമില്ല. പക്ഷേ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുപോയി തെറ്റ് ചെയ്യിപ്പിക്കുന്നവരുണ്ട് ഒരുപാട്. അവർക്ക് കാലം മാപ്പ് കൊടുക്കത്തില്ല, അത് ഉറപ്പാണ്. ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ചെയ്തെന്ന് പറഞ്ഞ് കുറ്റം ആരോപിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം കുറ്റങ്ങൾ മറച്ചു വച്ചിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ പരഞ്ചാരി ആളറിയാതെ കയറി ആക്രമിക്കുന്ന ചില കൂട്ടത്തിൽപ്പെട്ട ആളുകളെ പോലെ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇപ്പോഴും അതിനെയൊക്കെ ഞാൻ നേരിട്ട് പോകുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ എല്ലാവർക്കും ഈ പ്രപഞ്ചശക്തികൾ നമ്മളെല്ലാവർക്കും മനക്കരുത്ത് നൽകി തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയദശമി ആശംസകൾ. എല്ലാവരും പഠിക്കണം. അക്ഷരം അഗ്നിയാണ്, അത് ജ്വലിക്കട്ടെ, നന്മയും ജ്വലിക്കട്ടെ. അപ്പോൾ നിർത്തുന്നു. വീണ്ടും കാണാം.